കലാലയ രാഷ്ട്രീയം നിരോധിക്കാനാവില്ലെന്ന് ഹൈക്കോടതി. തടയേണ്ടത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ, മതത്തിന്റെ പേരിലെ സംഭവങ്ങൾക്ക് മതം നിരോധിക്കാറില്ലല്ലോ എന്നും കോടതി. ഇന്നും സംസ്ഥാനത്ത് വാഹന അപകടങ്ങൾക്ക് കുറവില്ല. വടക്കഞ്ചേരി വാളയാർ ദേശീയപാതയിൽ കാറിടിച്ച് 2 പേർക്ക് പരിക്ക്. പാലായിൽ ലോറിയും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 3 പേർക്ക് പരിക്ക്. കോഴിക്കോട് മുക്കത്ത് വാൻ പോസ്റ്റിലേക്ക് ഇടിച്ചുകയറി. പത്തനംതിട്ട കൂടലിൽ പിന്നോട്ടെടുത്ത ടിപ്പർ ലോറി ഇടിച്ച് വയോധികനെന്ന് ദാരുണാന്ത്യം. വാഹനാപകടങ്ങൾ കൂടുന്ന പശ്ചാത്തലത്തിൽ ADGP വിളിച്ച യോഗം ഇന്ന്. പോലീസ് ഉന്നതർ പങ്കെടുക്കും. യോഗം യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്. ന്യൂസ് 18 ലൈവത്തോണിന് പിന്നാലെ കരിമ്പ സ്കൂളിൽ സങ്കടക്കാഴ്ചയായി അനുശോചന യോഗം. മരണം രംഗബോധമില്ലാത്ത കോമാളിയാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ കൺമുമ്പിൽ ഇങ്ങനെ ഒരു അനുഭവം നമുക്ക് വന്നു ചേർന്നിരിക്കുന്നു. വയനാട് മാനന്തവാടിയിൽ ആദിവാസി യുവാവിനെ റോഡിലൂടെ വലിച്ചിഴച്ചു. സംഭവം 2 സംഘങ്ങൾ തമ്മിലുള്ള തർക്കത്തിൽ ഇടപെട്ടതിന് ക്രൂരത. പയ്യമ്പള്ളി സ്വദേശി മാത്തനോട്. മണിയാർ പദ്ധതി വിവാദത്തിൽ സർക്കാരിലെ ഭിന്നത വ്യക്തമാകുന്നു. വ്യവസായ വകുപ്പ് നിലപാടിനോട് വിയോജിച്ച് വൈദ്യുതി മന്ത്രി. കരാർ നീട്ടരുത് എന്ന് KSEB അറിയിച്ചതാണെന്ന് കൃഷ്ണൻകുട്ടി. ഇനി കറണ്ട് ചാർജ് കൂട്ടേണ്ടി വരില്ലെന്നും മന്ത്രി. KSRTCയിൽ ഒറ്റത്തവണയായി ശമ്പള വിതരണം തുടങ്ങി. ശമ്പളം നൽകാൻ വഴിയൊരുക്കിയത് സർക്കാർ നൽകിയ 30 കോടി. ഡീസലിന് നൽകേണ്ട തുകയും ശമ്പളം നൽകാനായി മാറ്റി. സർക്കാരിനെതിരെ കടുപ്പിച്ച് തലശ്ശേരി ആർച്ച് ബിഷപ്പ് പാംപ്ലാനി. വനനിയമ ഭേദഗതി കരട് വിജ്ഞാപനം പിൻവലിക്കണം. സർക്കാർ നിലപാട് മാറ്റിയില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭമെന്നും മുന്നറിയിപ്പ്. തബല മാന്ത്രികൻ ഉസ്താദ് സാക്കിർ ഹുസൈൻ അന്തരിച്ചു. മരണം സ്ഥിരീകരിച്ചതായി കുടുംബത്തെ ഉദ്ധരിച്ച് PTI. അന്ത്യം അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ. ബീവറേഴ്സിന് സമീപത്തെ പാർക്കിങ്ങിനെ ചൊല്ലി തർക്കത്തിൽ യുവാവിനെ കാറിടിച്ചു കൊന്നു. സംഭവം റാന്നി മക്കപ്പുഴയിൽ. പ്രതികൾ കസ്റ്റഡിയിൽ. ഇന്ത്യയുടെ അഭിമാനമായ ഗുകേഷിന് ചെന്നൈയിൽ വീരോചിത വരവേൽപ്പ്. വിമാനത്താവളത്തിൽ സ്വീകരണം നൽകി. തമിഴ്നാട് കായിക മന്ത്രി ഗുകേഷിനെ സ്വീകരിച്ചു.